ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെയും തിരുസഭയുടെയും കുടുംബജീവിതക്കാരുടെയും കന്യാവ്രതക്കാരുടെയും കാവൽക്കാരനും ആഗോള കത്തോലിക്ക സഭയുടെയും തൊഴിലാളികളുടെയും മരണാസന്നരുടെയും മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ തിരുസഭ സാഘോഷം കൊണ്ടാടുന്ന ദിനമാണ് മാർച്ച് 19. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ചില വിശുദ്ധർ ചില പ്രത്യേക ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും, എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞ ഈ വാചകം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ജീവൻ പ്രാപിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? യേശുവിനെ കുറിച്ച് അന്നാട്ടുകാർ പറഞ്ഞ ഒരു കമൻ്റായിരുന്നു ഇത്. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് മുൻപുള്ള 30 വർഷങ്ങൾ യേശു എവിടെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? വില്യം വേർഡ്സ്വർത്തിൻ്റെ ഏറ്റവും ചെറിയ കവിതയാണ് 9 വരികൾ മാത്രമുള്ള മൈ ഹാർട്ട് ലീപ്സ് അപ്പ്. അതിലെ 7ാമത്തെ വരി ലോകം നെഞ്ചേറ്റിയ ഒരു ചൊല്ലായി മാറി. ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഒരാളെ അയാളാക്കി മാറ്റുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങളാണ് എന്ന കൗതുകകരമായ സത്യമാണ് വേർഡ്സ്വർത്ത് ഈ വരികളിൽ ഒതുക്കി വയ്ക്കുന്നത്. യേശുവിനുമുണ്ടായിരുന്നു ഒരു കുട്ടിക്കാലം. കാരുണ്യവാനായ യൗസേപ്പിൻ്റെ കാരുണ്യ സ്പർശനമേറ്റു വളർന്ന യേശു പ്രായപൂർത്തിയായപ്പോൾ കണ്ടെത്തിയവർക്കും കണ്ടുമുട്ടിയവർക്കുമെല്ലാം കാരുണ്യത്തിൻ്റെ പിതാവായി മാറി. ദാവീദിൻ്റെ ഗോത്രത്തിൽ യാക്കോബിൻ്റെ മകനായി പിറന്ന ജോസഫിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഏതാനും സൂചനകൾ മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. അദ്ദേഹം നീതിമാനായിരുന്നു, നിശബ്ദനായിരുന്നു, നിശയുടെ വേളകൾ ദൈവിക സ്വപ്നങ്ങൾക്കായി മാറ്റിവെച്ചവനായിരുന്നു. ആരാണ് നീതിമാൻ എന്ന ചോദ്യത്തിന് അനവധി ഉത്തരങ്ങൾ വേദഗ്രന്ഥത്തിൽ ലഭ്യമാണ്. ലംബതലത്തിൽ ദൈവത്തോടും തിരശ്ചീന തലത്തിൽ മനുഷ്യരോടും പരിക്കുകളില്ലാതെ പവിത്രമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവനാണ് നീതിമാൻ. മറിയത്തിൻ്റെ കാര്യത്തിലാണ് ജോസഫിൻ്റെ നീതിബോധം ഏറ്റവും തീവ്രമായി ജ്വലിക്കുന്നത്. മോശയുടെ നിയമമനുസരിച്ച് മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാമെന്നിരിക്കെ വളരെ കുലീനമായി ജോസഫ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളും ഹൃദയവുമുള്ള ജോസഫിലൂടെ മനുഷ്യവംശം നീതിബോധത്തിന്റെ ഒരു പുതിയ ചരിത്രം രചിക്കുന്നു. ക്രിസ്തുവിന്റെ അപ്പനാകാൻ ദൈവം തിരഞ്ഞെടുത്ത ജോസഫിന്റെ നീതി മനുഷ്യർ സാക്ഷ്യപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ സ്വർഗം സ്ഥിരീകരിച്ചിരുന്നു. മനുഷ്യരുമായുള്ള ബന്ധത്തിൽ മൗനത്തിന്റെ വാൽമീകം തീർത്ത ജോസഫ് ദൈവദൂതന്മാരുമായി ഹൃദയത്തിൽ നിരന്തരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു. ജോസഫിന്റെ മൗനത്തിന്റെ ചുരുളഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹം ആഴമായ ആത്മീയതയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മറിയം മയങ്ങുന്ന നേരങ്ങളിലൊക്കെ അദ്ദേഹം മാലാഖമാരോട് മിണ്ടിക്കൊണ്ടിരുന്നത്. മനുഷ്യരോട് എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവദൂതന്മാരുമായി സംവദിച്ചു കൊണ്ടിരുന്നു. ഈ മൗനിയോട് ദൈവം സംസാരിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നു. എ മാൻ ഓഫ് ഡ്രീംസ്, അങ്ങനെ ഒരു വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. സ്വപ്നങ്ങളിലൂടെ ജീവിച്ചവനായിരുന്നു ജോസഫ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന് സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവിക വെളിപാടിനെ ശിരസാവഹിച്ച ജോസഫ് മറിയത്തിലൂടെ മണ്ണിലേക്ക് ഇറങ്ങുന്ന രക്ഷകന്റെ ആയുസ്സിന്റെ കാവൽക്കാരനായി മാറി. സ്വപ്നങ്ങളെ വെറും കിനാക്കളായി കാണാതെ അതിലെ ദൈവഹിതം തിരിച്ചറിയുന്നിടത്താണ് വിശുദ്ധ ജോസഫിന്റെ ജീവിത വിസ്മയം. നടന്നു തീർത്ത ദൂരങ്ങളുടെ ഭാരവും പേറി മറിയം നിദ്രയെ പുൽകുമ്പോഴൊക്കെ ജോസഫ് മുന്നോട്ടുള്ള ജീവിതയാത്രയുടെ റൂട്ട് മാപ്പ് മാലാഖമാരോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. 3 വർഷം കൊണ്ട് ക്രിസ്തു നടന്നു തീർത്ത വഴികളിൽ 30 വർഷം മുൻപേ പലായനം ചെയ്ത് പരിചയിച്ചവനായിരുന്നു ജോസഫ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, നമ്മെ രക്ഷിക്കുവാനുള്ള വഴി ദൈവം എപ്പോഴും കണ്ടെത്തും. ദൈവിക ശക്തിയിൽ വിശ്വസിച്ച് എല്ലാ പ്രതിസന്ധികളിലും പുതിയൊരു സാധ്യത കണ്ടെത്തിയ നസ്രത്തിലെ മരപ്പണിക്കാരനായ ജോസഫിനെ പോലെ സർഗാത്മകമായ ഒരു ധൈര്യം നാം നേടിയെടുക്കണം.
വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥ്യവും സംരക്ഷണവും എന്നും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ലോകം മുഴുവനെയും വലയം ചെയ്യട്ടെ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.